തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളത് നമ്മുടെ നിലവിലുള്ള വികസന പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോൾ അത്രയും മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് സർവ്വ മേഖലയിലും ഇടതുപക്ഷം ഇവിടെ കേരളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാം തന്നെ ജനങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം നോക്കാതെ തന്നെ വോട്ട് നൽകിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ രണ്ടാമത് അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല നമുക്കവിടെ 178 വീടുകൾ ആദ്യഘട്ടത്തിൽ നൽകുന്നുണ്ടായി. ബാക്കി വീടുകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാണ്. അതുപോലെ തന്നെ ലോകം കണ്ട മഹാമാരി കൊറോണ ഉൾപ്പെടെ, നിപ്പ ഉൾപ്പെടെ, മറ്റ് പേമാരി ഉൾപ്പെടെ പല സാഹചര്യങ്ങളിലും കേരളത്തിൽ പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷമായി കേരളത്തിൽ മുന്നേറിയ ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു തന്നെയാണ്. അതെല്ലാ ജനങ്ങളും തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷനിൽ വീണ്ടും ഇടതുപക്ഷം നേരത്തെ കിട്ടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ വേറൊരു തർക്കമില്ല. അപ്പൊ LDF-ന്റെ ഒരു പ്രചരണ വാക്യം LDF അല്ലാതെ മറ്റാരുണ്ട്, അതായത് UDF-ൽ പകരം വെക്കാൻ ആരും ഇല്ലേ? ഇല്ല. നിലവിലത്തെ നമുക്ക് UDF-ന്റെ സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ, നിലവിലത്തെ രാഷ്ട്രീയ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളെല്ലാം എതിർത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടന്നില്ല. അതിലുപരിയായിട്ട് അവരെല്ലാം തന്നെ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം. അവളിപ്പം അവസാന ഘട്ടത്തിൽ പുതിയ യാത്ര ഉൾപ്പെടെ VD സതീശന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. ആ ജാഥയിൽ ഉൾപ്പെടെ വേദിയിൽ വെച്ചും അതുപോലെ തന്നെ ആ ജാഥയുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് തർക്കങ്ങൾ. ഇപ്പം കെ സുധാകരൻ ഉൾപ്പെടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം, അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പരസ്പരം MP ആയിട്ട് പോലും വീണ്ടും ആർത്തി, അതായത് ആ ഒരു സ്ഥാനാരോഹണത്തിന് വേണ്ടി വീണ്ടും ആർത്തി കാട്ടുന്ന ഒരു നേതൃത്വമാണ് നമുക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവരൊരു ചേർച്ചയില്ല. ആ ചേർച്ചയില്ലാത്ത ഭരണം തന്നെയാണ് UDF കാഴ്ചവെക്കുക. അതുകൊണ്ട് തന്നെ UDF ഒരു തരത്തിലും അധികാരത്തിൽ വരികയില്ല എന്നുള്ളത് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതെന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള ജനത നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കം